പിന്നെ നമ്മളെ കേരളത്തിൽ പെൺവാണിഭം, കൊലപാതകം, പല വിഷയങ്ങളും കത്തിക്കുത്തൊക്കെ ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചിട്ടുള്ള വിഷയങ്ങളാണ് എല്ലാ കുടുംബത്തിലും വരുന്നത്. ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചിട്ടുള്ള കൊലപാതകങ്ങൾ, പീഡനങ്ങൾ, പെൺവാണിഭം, ബലാത്സംഗം, സ്വന്തം വീട്ടിൽ തന്ത ഏതാണ്, തള്ള ഏതാണ്, മക്കളേതാണെന്നറിയാതെ പീഡിക്കപ്പെടുന്ന ഒരുപാട് വ്യക്തികൾ നമ്മുടെ കേരളത്തിലുണ്ട്. അപ്പം അതൊക്കെ ഒഴിവാക്കുക എന്നുള്ള നിലപാടിൽ കുറിച്ചിട്ടാണ് ജനങ്ങൾ ഒത്തൊരുമിച്ച് നിന്നുകൊണ്ട് കോൺഗ്രസിനെ നിലവിൽ വരുത്തിയിട്ടുള്ളത്. ആ വിശ്വാസം കോൺഗ്രസ് നിലനിർത്തണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ കോൺഗ്രസ് ഭരിക്കുന്നതിൻ്റെ പിൻകാല LDF ഭരിക്കുന്ന സമയത്തുള്ള കുറ്റകൃത്യങ്ങൾ അന്വേഷിച്ച് അവർക്കെതിരെ കേസെടുക്കേണ്ടതുണ്ട്. ഫസ്റ്റ് പറയാനുള്ളത് പിണറായിക്കെതിരെ കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തെ കേരളത്തിൽ നിന്ന് ആട്ടണമെന്നുള്ള, അല്ലെങ്കിൽ ജീവിതകാലം മുഴുവനും അദ്ദേഹത്തെ ജയിലിൽ ഇടുകയും അതിന് ബന്ധപ്പെട്ടുള്ള എല്ലാവരെയും ജീവിതകാലം മുഴുവനും ജയിലിൽ ഇടേണ്ടതുണ്ട്. അയാൾ എന്തൊക്കെ കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തെ ജയിലിൽ ജീവിതകാലം മുഴുവനും ഇടേണ്ടതുണ്ട്. എന്നതുപോലെ തന്നെ മുകേഷ്, അദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ അന്വേഷിച്ച് കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടുള്ള ആളാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തെയും കേരളത്തിൽ നിന്ന് പുറത്ത് കടത്തേണ്ടതുണ്ട്. എന്നുപോലെ തന്നെ ഗണേഷ് കുമാറുണ്ടായിരുന്നു. അവരുടെ പിൻകാല കണക്കിലെടുത്ത് കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവരൊക്കെ കേരളത്തിൽ നിന്നും പുറത്ത് കടത്തേണ്ടതുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ കേരള കോൺഗ്രസ് നിലവിൽ വന്ന സ്ഥിതിക്ക് അവരെ ജയിലിൽ അടയ്ക്കേണ്ടതുണ്ട്. ജീവിതകാലം മുഴുവൻ മരണം വരെ ജയിലിൽ കടത്തേണ്ടതുണ്ട്. അതാണ് കോൺഗ്രസ് ചെയ്യേണ്ടത്. കുറ്റകൃത്യങ്ങൾക്കെതിരെ ശക്തമായിട്ട് പ്രതികരിക്കുക.